ഗംഗേ, എന്താ ഗംഗേ, വലിയ സന്തോഷത്തിലാണല്ലോ. സത്യ ചേച്ചി പറഞ്ഞത് മനസ്സിന് വല്ലാത്ത സന്തോഷം തോന്നുന്നുണ്ട്. എന്തായാലും കാര്യം പറ. നിനക്ക് സന്തോഷമുള്ള കാര്യം എനിക്കും സന്തോഷം തന്നെ ആയിരിക്കും. അതെ, ഉറപ്പായിട്ടും ചേച്ചിക്കും സന്തോഷം തരുന്ന കാര്യം തന്നെയാ. എങ്കിൽ കാര്യം പറ. സത്യം പറയാലോ ചേച്ചി, എന്റെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷം തരുന്ന സമയത്തിലൂടെയാ ഞാനിപ്പോ കടന്നു പോകുന്നത്. അതെ, ശരീരത്തിന് വേദനയുണ്ട്. പക്ഷേ ആ വേദന കാരണം മനസ്സിന് ഒരുപാട് സന്തോഷം ഉണ്ടാവുന്നുണ്ട്. അപകടം നടന്നതിൽ പിന്നെ മഹേട്ടൻ എന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. ഞാൻ ആഗ്രഹിച്ചതിലപ്പുറം പരിഗണനയും എനിക്ക് മഹേട്ടന്റെ ഭാഗത്തുനിന്ന് കിട്ടുന്നുണ്ട്. നീ ഇങ്ങനെ പറയുന്നത് കേൾക്കുമ്പോ ഒരുപാട് സന്തോഷം തോന്നുന്നുണ്ട് ഗംഗേ. ചേച്ചി എന്റെയും മഹേട്ടന്റെയും സന്തോഷമുള്ള ജീവിതമല്ലേ ആഗ്രഹിക്കുന്നത്? അപ്പൊ ചേച്ചിക്കും ഈ വാർത്ത സന്തോഷം തരുമെന്ന് എനിക്കറിയാം. എനിക്കൊരാപത്ത് വന്നപ്പോ മഹേട്ടൻ വിഷമിക്കുന്ന കണ്ടാൽ മാത്രം മതി ആ മനസ്സിൽ എനിക്കുള്ള സ്നേഹം മനസ്സിലാക്കാൻ. മഹേട്ടന്റെ സ്നേഹത്തിനപ്പുറം എനിക്ക് എന്താ ചേച്ചി വേണ്ടത്? ഞാൻ ശ്രീമേശ്വരനോട് പ്രാർത്ഥിക്കുന്നതും ആവശ്യപ്പെടുന്നതും അത് മാത്രമാണ്. നിന്റെ പ്രാർത്ഥന ഈശ്വരൻ കേൾക്കും ഗംഗേ. മഹേട്ടന്റെ മനസ്സിലിപ്പോ നീ മാത്രമേ ഉള്ളൂ. ഇനിയുള്ള നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷം മാത്രമേ ഉണ്ടാകാവൂ. ഞാൻ നിന്നോടൊരു കാര്യം പറഞ്ഞ നിനക്ക് വിഷമം തോന്നുമോ? എന്താ ചേച്ചി? അല്ല, നീ ഒരിക്കലും അങ്ങനെ ചെയ്യുമെന്ന് കരുതിയിട്ടോ ഭയന്നിട്ടോ അല്ല. ഒരമ്മയുടെ ആവലാതി കൊണ്ട് പറയുന്നെന്ന് കരുതിയാ മതി. എന്താ ചേച്ചി കാര്യം? എന്നോട് എന്തേലും കാര്യം പറയാൻ ചേച്ചി എന്തിനാ മടിക്കുന്നത്? എന്തായാലും കാര്യം പറഞ്ഞാ പോരെ? മഹിയേട്ടൻ നിന്നെ ഇപ്പൊ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. താമസിയാതെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരു കുഞ്ഞു വരും. അങ്ങനെ വന്നു കഴിയുമ്പോ എന്റെ മാളുവിനെ നിങ്ങൾ വേദനിപ്പിക്കരുത്. ചേച്ചി എന്തൊക്കെയാ പറയുന്നത്? ചേച്ചി അങ്ങനെയാണോ എന്നെ കാണുന്നത്? ഈ ഭൂമിയില് ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന എന്റെ മാളുവിനെയാ. മഹേട്ടൻ എന്റെ അടുത്തില്ലെങ്കിലും ഞാനൊരു പക്ഷെ ജീവിക്കും. പക്ഷെ എന്റെ മാളു എനിക്കൊപ്പം ഇല്ലെങ്കിൽ ഞാനില്ല ചേച്ചി. അവൾ എന്റെ മോളാ, എന്റെ സ്വന്തം മോള്. അവളോളം എനിക്ക് ഈ ജന്മം വേറെ ഒന്നും പ്രിയപ്പെട്ടതാവില്ല. അറിയാം ഗംഗേ, ഒരു അമ്മയുടെ സ്വാർത്ഥത കൊണ്ട് പറഞ്ഞു പോയതാ ഞാൻ. അത് നീ മറന്നേക്ക്. എന്റെ മാളു എനിക്ക് അന്യാണെന്നുള്ള രീതിയിൽ ഒന്നും പറയല്ലേ ചേച്ചി. അതെനിക്ക് സഹിക്കാൻ പറ്റില്ല. നീ എന്നോട് ക്ഷമിക്കുക ഗംഗേ. അതൊക്കെ പോട്ടെ, നമുക്ക് കാര്യത്തിലേക്ക് വരാം. ഭദ്രനെ കണ്ടുപിടിക്കാൻ ആ SI ചില നീക്കങ്ങൾ നടത്തുന്നുണ്ട്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഭദ്രനെ അവിടെ നിന്ന് മാറ്റണം. അത് ശരിയാ. അയാള് നമ്മുടെ അടുത്തുനിന്ന് രക്ഷപ്പെടാൻ പാടില്ല. അതിനെന്താ വേണ്ടെന്ന് വെച്ചാ നമുക്ക് ചെയ്യാം. അത് മാത്രമല്ല ഗംഗേ, നിന്നെ കൊല്ലാൻ ശ്രമിച്ചവരെ ഇനി വെറുതെ വിടാൻ പാടില്ല. അവർക്കുള്ള ശിക്ഷ ഉടനെ തന്നെ കൊടുക്കണം. അതിനെന്താ വേണ്ടേന്ന് നീ ഉടനെ ഭട്ടതിരിയോട് തിരക്കണം. അത് ചെയ്യാം. ഭട്ടതിരിയുടെ മനസ്സിൽ എന്തൊക്കെയോ തീരുമാനങ്ങളുണ്ട്. എന്തായാലും എനിക്കിപ്പോ വേദനയൊക്കെ കുറവുണ്ട്. സാവധാനം നടക്കാനും സാധിക്കും. അതുകൊണ്ട് ഉടനെ തന്നെ പോയി ഭട്ടതിരിയെ കാണാം. അത് വേണം ഗംഗേ. ഇനി നിന്നെ ഉപദ്രവിക്കാൻ ഭയക്കും വിധം തക്ക ശിക്ഷ തന്നെ എല്ലാത്തിനും കൊടുത്തേ മതിയാവും. എന്തായാലും അത്യാവശ്യമായിട്ട് വേറൊരു സുരക്ഷിതമായ സ്ഥലത്തേക്ക് നമുക്ക് ഭദ്രനെ മാറ്റണം. അതിനുള്ള കാര്യങ്ങൾ വേണം ആദ്യം ചെയ്യാൻ. ഭദ്രൻ നമ്മുടെ കയ്യിലെ തുറപ്പ് ചീട്ട, അത് നഷ്ടപ്പെടാൻ പാടില്ല. ഭദ്രൻ എവിടെയാണെന്ന് ഉടനെ കണ്ടെത്തണം. അതിന് ഈ ഗംഗയെ പിന്തുടർന്നാൽ മതി. അവൾ ഭദ്രനെ മാറ്റാൻ എന്തായാലും അവനുള്ള സ്ഥലത്ത് പോകും. ആ സമയം ഭദ്രനെ രക്ഷിക്കണം. ഇത് തന്നെയാണ് പറ്റിയ അവസരം.
രാഹുലേ രാഹുലേ എന്താ അമ്മേ? നീ അത് കണ്ടോ? ഗംഗ എവിടേക്കോ ആരും അറിയാതെ പോവുക. ഓട്ടോ. നീ വേഗം അവളുടെ പിന്നാലെ ചെല്ലേ. ഇപ്പൊ ചെന്ന ഭദ്രൻ എവിടെയാണെന്ന് കണ്ടെത്താൻ സാധിച്ചേക്കും. ശരി അമ്മേ, ഞാൻ പോയി നോക്കാം. അയ്യോ, എന്താ ഭദ്ര, എന്നെ ഉപദ്രവിക്കാൻ എന്തെങ്കിലും പ്ലാൻ ഉണ്ടോ? അയ്യോ ഇല്ലേ, ഞാൻ അറിവില്ലായ്മ കൊണ്ട് എന്തോ ചെയ്തു പോയതാ. അതെല്ലാം മറന്നേക്കും. ഇനി ഞാൻ അങ്ങനെ ചിന്തിക്കുക പോലുമില്ല. എന്നെ ഇനി കഴിഞ്ഞ ദിവസത്തെ പോലെ തല്ലരുത്. സത്യമായിട്ടും ഞാൻ ചത്തുപോകും. ദാ, ആഹാരം കഴിച്ചോളൂ. ഭദ്രൻ അനുസരണക്കേട് കാണിക്കാതെ നല്ല കുട്ടിയായിട്ടിരുന്നാ ഞാൻ ഉപദ്രവിക്കില്ല. അല്ലെങ്കിൽ കാലവാരി ഞാൻ നിലത്തടിക്കും. ഞാനൊരു കാര്യം ചോദിച്ചാൽ സത്യം പറയോ? ഗംഗയ്ക്ക് എന്തെങ്കിലും മാന്ത്രിക ശക്തി ഉണ്ടോ? അല്ലെങ്കിൽ പിന്നെ ഗംഗ എങ്ങനെയൊക്കെ ചെയ്യുന്നത്? ഭദ്രൻ ആഹാരം കഴിക്കേ, ഞാനേ പിന്നെ വരാം. ഇന്ന് രാത്രി ചിലപ്പോ ഇവിടെ നിന്ന് മാറേണ്ടി വരും. ഞാൻ പറയാം. ഓ, പറഞ്ഞാ മതി. എന്ത് വേണമെങ്കിലും ഞാൻ ചെയ്യാം. ശരി. ലോക്കറ്റ് എന്റെ കയ്യിലുണ്ട്. അന്ന് ലോക്കറ്റ് കൊണ്ടുവന്ന ആളാണല്ലോ ഇത്. ചേട്ടാ, ഒരു മിനിറ്റ്. അയ്യോ, നിക്ക്. ദോ. നിക്കണോ? നിക്കാൻ. വാ മോളെ. ദാ മോളെ, പ്രസാദം വാങ്ങിയിട്ട് പോകൂ. ഹലോ. അയ്യോ, ശ്രീ മഹേശ്വര, അയാള് പോയി കളഞ്ഞല്ലോ.
ഇനിയിപ്പോ എന്ത് ചെയ്യും? ഗൗരി ചേച്ചിയുടെ കൊലപാതകത്തിലേക്ക് എത്താനുള്ള ഏക വഴിയായിരുന്നു അയാള്. ശ്രീ മഹേശ്വരനായിട്ട് തന്നെയല്ലേ അയാൾ എന്റെ മുന്നിൽ എത്തിച്ചത്. ഇപ്പൊ എന്റെ കൺമുന്നിൽ കാണിച്ചെന്നതും ശ്രീ മഹേശ്വരൻ തന്നെയാ. എന്നിട്ടും എന്തിനാ ഇങ്ങനൊരു പരീക്ഷണം? ഇനിയിപ്പോ എന്ത് ചെയ്യും? ഗൗരി ചേച്ചിയെ വിളിച്ചാലോ? ഗൗരി ചേച്ചിക്ക് അയാളെ കണ്ടെത്താൻ പറ്റും. അതേ ഉള്ള വഴി. ഗൗരി ചേച്ചി. എന്താ ഗംഗേ? ഗൗരി ചേച്ചി, അന്ന് ഒറിജിനൽ ലോക്കറ്റ് കൊണ്ടുവന്ന ആളില്ലേ, അയാളെ ഞാൻ കണ്ടു ചേച്ചി. എവിടെ എവിടെ അയാള്? ഞാൻ നോക്കിയപ്പോ ക്ഷേത്രത്തിനുള്ളിലേക്ക് കയറിപ്പോയി. ഞാൻ പിന്നാലെ ചെന്നതാ, പക്ഷെ അയാളെ പിന്നെ കണ്ടില്ല. ഓരോ മുക്കുമൂല ഞാൻ അരിച്ചു പിറക്കി നോക്കി, പക്ഷെ അയാളെ കാണാൻ പറ്റിയില്ല. അതിനിടയ്ക്ക് അയാൾ പെട്ടെന്ന് ഓടുന്നത് കണ്ടു. പിന്നാലെ ചെന്നപ്പോ ഒരു ബൈക്കിൽ കയറി രക്ഷപ്പെട്ടു. പുറകെ പോവാൻ ഒരു വഴിയില്ലാതെയാ ഞാൻ ഗൗരി ചേച്ചിയെ വിളിച്ചത്. ഗംഗേ, അയാളെ കണ്ടപ്പോ തന്നെ നിനക്ക് എന്നെ വിളിച്ചൂടായിരുന്നോ? അയാളെ രക്ഷപ്പെട്ടു പോവാതിരിക്കാനാ ഞാൻ അയാളെ ഫോളോ ചെയ്തത്. ചേച്ചിയെ വിളിക്കാൻ നിൽക്കുന്ന സമയത്ത് അയാൾ എന്റെ കൺമുന്നിൽ നിന്ന് പോയാലെന്ന ടെൻഷനിലാ ഞാൻ ചേച്ചിയെ വിളിക്കാത്തത്. അയാളെ നീ എവിടെ വെച്ചാ കണ്ടേ? ഞാൻ ഭദ്രന് ഭക്ഷണം വാങ്ങിക്കൊടുക്കാൻ പോയതാ. പോയിട്ട് തിരിച്ചു വരുന്ന വഴിക്ക് റോഡിൽ വെച്ചാ ഞാൻ അയാളെ കണ്ടത്. ഞാൻ നോക്കുമ്പോൾ അയാൾ ലോട്ടറി വിൽക്കുമായിരുന്നു. ഞാൻ ഓട്ടോ നിർത്തി ഇറങ്ങി അയാളുടെ അടുത്തേക്ക് പോയി. അയാൾ എന്നെ കണ്ടു. അയാൾ പെട്ടെന്ന് ഓടി. ഞാനും പിന്നാലെ ഓടി. അങ്ങനെയാ അയാൾ ക്ഷേത്രത്തിനുള്ളിൽ എത്തിയത്. ഞാൻ ക്ഷേത്രത്തിലേക്ക് കയറിയപ്പോൾ പെട്ടെന്ന് തിരുമേനി പ്രസാദം തന്നു. എനിക്കത് ഒഴിവാക്കാൻ പറ്റിയില്ല. ആ സമയം കൊണ്ട് അയാൾ മറഞ്ഞു കളഞ്ഞു. പിന്നീട് അയാളെ കണ്ടപ്പോഴാ ഓടി രക്ഷപ്പെട്ട് ബൈക്കിൽ കയറിപ്പോയത്. നല്ലൊരു ചാൻസ് ആയിരുന്നു. ഇനിയിപ്പോ പറഞ്ഞിട്ട് കാര്യമില്ല. ഓരോ കാര്യങ്ങളും നമ്മുടെ പ്രതീക്ഷകൾക്ക് വിപരീത സംഭവിക്കുന്നത്. അതുകൊണ്ട് ഒരു കാര്യത്തിലെ ഇനി റിസ്ക് എടുക്കാൻ പാടില്ല. ഇന്ന് തന്നെ ആ ഭദ്രനെ അവിടെ നിന്ന് മാറ്റണം. ശരി ചേച്ചി. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നെ വിളിക്കണം, മറക്കരുത്. ശരി ചേച്ചി. അയ്യോ, നഷ്ടങ്ങളെ ഓർത്ത് ദുഃഖിച്ചതുകൊണ്ട് ഒരു കാര്യവുമില്ല. ഇനി എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ചിന്തിക്കുന്നതാണ് എപ്പോഴും നല്ലത്. കൈലാസം വീട്ടിൽ ഗംഗയെ ഉപദ്രവിക്കാൻ പലരും ശ്രമിക്കുന്ന സ്ഥിതിക്ക് അവരെ ഒരു പാഠം പഠിപ്പിക്കാൻ മറ്റൊരു വഴി നോക്കുന്നതാണ് നല്ലത്. അവർ ഗംഗയെ ഉപദ്രവിക്കണമെന്ന് ചിന്തിക്കുമ്പോൾ തന്നെ അവരെ പ്രഹരിക്കാൻ ശേഷിയുള്ള ഒരു മൂർത്തിയുടെ സഹായം ഗംഗയ്ക്ക് വേണം. അതിനായി ക്ഷിപ്രപ്രസാദിയും ക്ഷിപ്രകോപിയുമായ ചാത്തനെ പൂജിച്ചുപാസിച്ച് അനുഗ്രഹം നേടണം. ഞാൻ എന്താ ചെയ്യേണ്ടെന്ന് തിരുമേനി പറഞ്ഞാൽ മതി, അതുപോലെ ചെയ്യാം. ഉപാസന തുടങ്ങിയാൽ വ്രതവും പൂജയും മുടക്കരുത്. ഉഗ്രമൂർത്തികൾ പെട്ടെന്ന് അനുഗ്രഹം ചൊരിയുമെങ്കിലും കോപിച്ചാലോ അനിഷ്ടം പ്രവർത്തിച്ചാലോ നമ്മളെ നശിപ്പിച്ചു കളയും. അതുകൊണ്ട് ശ്രദ്ധയും ഭക്തിയും നന്നായിട്ടുണ്ടാവണം. രാത്രിയുടെ അന്ത്യയാമത്തിൽ പൂജ തുടങ്ങണം. ആ സമയത്ത് ഗംഗ ചാത്തൻ തറയിലെത്തണം. ഞാനും അവിടെ ഉണ്ടാവും. ചാത്തൻ പ്രസാദിച്ചാൽ ഒരു ദിവസത്തെ പൂജ മതിയാകും. അല്ലെങ്കിൽ ഒരാഴ്ചക്കാലം തുടർച്ചയായി ചെയ്യേണ്ടി വരും. ഞാൻ വരാൻ തിരുമേനി. മതി, അതു മതി. ബാക്കിയെല്ലാം നമുക്കപ്പോൾ നോക്കാം. ശരി. ആ, പിന്നെ രാഹുലിന് കൊടുക്കാൻ ഞാനൊരു പൊടി തരാം. അത് അയാളറിയാതെ ഭക്ഷണത്തിലോ പാലിലോ കലർത്തി കൊടുത്താൽ മതി. ആ, രാജി വേണം അത് ചെയ്യാൻ.
അവരുടെ ദാമ്പത്യ കലഹത്തിന് ഇതോടെ ഒരു അവസാനമുണ്ടാവും. ശരി തിരുമേനി. അമ്മ പറഞ്ഞതുപോലെ തന്നെ ഞാൻ ഗംഗയുടെ പിന്നാലെ പോയതുകൊണ്ട് പ്രയോജനമുണ്ടായി. ഭദ്രനെ ഞാൻ രക്ഷിച്ചു. ഇനി പേടിക്കാനൊന്നുമില്ല. ആ ഗംഗയുടെ അഹങ്കാരം ഇതോടെ അവസാനിക്കും. ഇനി അവൾ എന്തു പറഞ്ഞ് നമ്മളെ ഭീഷണിപ്പെടുത്തുമെന്ന് അറിയണമല്ലോ. അതെ, ദൈവം നമ്മുടെ കൂടെ. ആ ഗംഗയെ അനുസരിച്ച് കഴിയുന്നതിലും ഭേദം മരണമാണെന്നുള്ള അവസ്ഥയിലായിരുന്നു ഞാൻ. ഇനി അവൾ എന്ത് പറഞ്ഞ് രാജിയെ രക്ഷിക്കും? അതെ, അവളെ തല്ലിയാലോ കൊന്നാലോ പോലും ഗംഗയ്ക്ക് നമ്മുടെ മുന്നിൽ വാ തുറക്കാൻ പറ്റില്ല. വേലക്കാരിയുടെ ഒരു ഭീഷണി. അവൾ എന്നെ പോലീസ് സ്റ്റേഷനിൽ കയറ്റുന്നു. ഇങ്ങ് വരട്ടെ അവള്. ആ രാജിയെ ഇനി ഇവിടെ വാഴിക്കാൻ പാടില്ല രാഹുൽ. അവളിപ്പോ ഗർഭിണിയാണ്. ആ കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ അവക്ക് കൈലാസത്തിലും നിന്നിലും അവകാശം കൂടും. അതുകൊണ്ട് ആ കുഞ്ഞ് ജനിക്കാതെ നോക്കണം. അവളെപ്പോലെ ഒരുത്തിരെ ഭർത്താവായി അവസാനിക്കാനുള്ളതല്ല നിന്റെ ജീവിതം. അറിയാമേ, അധിക നാള് രാജിക്ക് എന്റെ ഭാര്യ എന്ന ലേബൽ ഉണ്ടായിരിക്കില്ല. ചതിയിലൂടെ എന്റെ ജീവിതത്തിലേക്ക് വന്നവളെ ചതിയിലൂടെ തന്നെ ഞാൻ പറപ്പിക്കും. അതാണ് വേണ്ടത്. ഇപ്പം നമ്മുടെ മേൽ ഗംഗ വരിഞ്ഞു മുറുക്കിയിരിക്കുന്ന ചങ്ങല അഴിഞ്ഞുപോയ സ്ഥിതിക്ക് നമുക്ക് തോൽവി ഉണ്ടാവില്ല. അതെ, ഇനി ഞാൻ എന്താ ചെയ്യുന്നതെന്ന് അമ്മ കണ്ടോ? ഗൗരി ചേച്ചി. ഗംഗേ, ഗൗരി ചേച്ചി, ആകെ ഉണ്ടായിരുന്ന പിടിവലിയും നമ്മുടെ കൈവിട്ട് പോയി. എന്താ ഗംഗേ, എന്താ സംഭവിച്ചേ? ഭദ്രനെ അവിടെ നിന്ന് മാറ്റാനായിട്ട് ഞാനിവിടെ പോയതാ. പക്ഷെ ഞാൻ ചെന്നപ്പോ ആ വീടിന്റെ ഡോർ തുറന്നു കിടക്കായിരുന്നു. എന്നിട്ട് ഭദ്രനെ അവിടെ എങ്ങും കണ്ടില്ല. തിരിച്ചിറങ്ങാൻ തുടങ്ങിയപ്പോ ഭിത്തിയില് നിന്റെ തെളിവിനെ ഞാൻ കൊണ്ടുപോകുന്നു, നിന്റെ ബുദ്ധിയല്ല എന്റെ ബുദ്ധി എന്ന് എഴുതി വെച്ചിരുന്നു. എല്ലാം കൈവിട്ടു പോയല്ലോ ഗംഗേ. നമ്മള് കുറച്ചുകൂടി പ്രാക്ടിക്കലായി ചിന്തിക്കണമായിരുന്നു. ആ ലോക്കറ്റ് കൊണ്ടുവന്നയാള് നമ്മുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടു പോയപ്പോഴേ നമ്മൾ ഭദ്രനെ അവിടെ നിന്ന് മാറ്റേണ്ടതായിരുന്നു. രാത്രി വരെ കാത്തു നിൽക്കേണ്ട ഒരു കാര്യമില്ലായിരുന്നു. ശരിയാ, അയാള് തന്നെ രക്ഷപ്പെട്ടതാണോ അതോ ആരെങ്കിലും രക്ഷപ്പെടുത്തിയതാണോ എന്ന് അറിയില്ലല്ലോ ചേച്ചി. ആരെങ്കിലും രക്ഷപ്പെടുത്തിയതാവാനാ സാധ്യത. ഇനിയിപ്പോ അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ട് കാര്യമൊന്നുമില്ല ഗംഗേ. അയാളെ നമുക്ക് എവിടെയെങ്കിലും വെച്ച് കൈ കിട്ടും. നീ വിഷമിക്കണ്ട. ശരി ചേച്ചി. ഇതെന്താ ഗംഗേ? ഇതൊരു പൊടിയാ, ഭട്ടതിരി തന്നതാ രാഹുലേട്ടന് കൊടുക്കാൻ. ഞാൻ ഭദ്രൻ രക്ഷപ്പെട്ട കാര്യം ഭട്ടതിരി അറിയിക്കാൻ പോയിരുന്നു, അപ്പൊ തന്നതാ. ഇത് രാജി തന്നെ രാഹുലേട്ടന് ഭക്ഷണത്തിൽ കലർത്തി കൊടുത്ത അവരുടെ ദാമ്പത്യ കലഹത്തിന് ഒരവസാനം ഉണ്ടാവുമെന്ന് പറഞ്ഞു. രാജിയുടെ വിഷമം ഓർത്തപ്പോ രാഹുലേട്ടൻ ചെയ്ത തെറ്റുകളെക്കുറിച്ച് ഞാൻ ചിന്തിച്ചില്ല. അവളുടെ ജീവിതത്തെക്കുറിച്ച് മാത്രമേ ഞാൻ ഓർത്തുള്ളൂ. മഹിയേട്ടനോട് വഞ്ചന കാണിച്ച രാഹുലിന് വേണ്ടി നീ ചെയ്യുന്നത് തെറ്റാണെങ്കിലും പക്ഷേ അതിലൊരു ശരിയും ഉണ്ട് ഗംഗേ. ഒരു പെണ്ണിനെ സംരക്ഷിക്കുക എന്നുള്ള ശരി, അത് ആ തെറ്റിനേക്കാളും ഒരുപാട് മുകളിലുള്ള ശരിയാ, നന്മയാ. ഞാൻ നിന്നെ തടയുന്നില്ല. ശരി, എന്നാ ഞാൻ പോട്ടെ. ആ ഗൗരി ചേച്ചി, ഒരു കാര്യം പറയാൻ വിട്ടുപോയി. എന്താ ഗംഗേ? ഭട്ടതിരി ഒരു കാര്യം കൂടി പറഞ്ഞു. എന്ത്? എന്നെ ഇവിടെ പലരും ഉപദ്രവിക്കാൻ ശ്രമിക്കുന്നതുകൊണ്ട് ഒരു മൂർത്തിയുടെ സഹായം കൂടി എനിക്ക് വേണമെന്നും അതിനായിട്ട് ചാത്തനെ പൂജിച്ച് ഉപാസിച്ച് അനുഗ്രഹം നേടണമെന്നും പറഞ്ഞു. ഭട്ടതിരി പറഞ്ഞത് ശരിയാ ഗംഗേ. പലപ്പോഴും നീ അപകടങ്ങളിൽ പെടുമ്പോഴും എനിക്കവിടെ എത്താൻ കഴിയില്ലായിരുന്നു. അതിന് കാരണം ഞാൻ നിന്നെ സഹായിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കി അവരെന്നെ ബന്ധിച്ചതുകൊണ്ടാ. ഒരു ശക്തിയും കൂടി നിന്റെ രക്ഷയ്ക്കായി കൂടെയുണ്ടെങ്കിൽ എന്നെ ബന്ധിച്ചാലും ആ ശക്തി നിന്റെ കൂടെ ഉണ്ടാവും. പക്ഷേ ചാത്തനെ പ്രസാദിപ്പിക്കുക എന്നത് എളുപ്പമുള്ള കാര്യമല്ല, അതികഠിനമാണ്. ശ്രദ്ധിക്കണം. ഭട്ടതിരി അത് പറഞ്ഞു. ശരി, എന്നാ ഞാൻ പോട്ടെ. ശരി ചേച്ചി.
ഇതിനി എങ്ങനെയെങ്കിലും നീ രാഹുലേട്ടനെ കുടിപ്പിക്കണം. ശരി ചേച്ചി. എങ്ങനെ ചെല്ല്. രാഹുലേട്ടാ, ഇതാ പാല്. എനിക്ക് വേണ്ട. അങ്ങനെ പറയാതെ രാഹുലേട്ടാ, ഇത് കുടിക്ക്. എനിക്ക് വേണ്ടെന്ന് പറഞ്ഞില്ലേ? കുടിക്ക രാഹുലേട്ടാ. എന്നോടുള്ള പിണക്ക് എന്തിനാ ആഹാരത്തിനോട് കാണിക്കുന്നേ? നിന്നോട് പറഞ്ഞത് എനിക്ക് വേണ്ടെന്ന്.